ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയില്ല. സാധ്യതയില്ലെന്നത് അവൾ ആത്മഹത്യ ചെയ്യുന്നവളല്ല. അവക്കെന്തോ ഭയങ്കര അത്രയ്ക്ക് മനസ്സിൽ ആൾ തട്ടിക്കൊണ്ട് അവൾ ആത്മഹത്യ ചെയ്തത്. അതെന്നാണെന്നുള്ളത് കണ്ടിട്ടില്ല. ഞാൻ നിയമപരമായിട്ട് അങ്ങേയറ്റം വരും എൻ്റെ മക്കൾക്ക് വീട് ലഭിക്കുന്നത് വരെയാണ്. അതിന് യാതൊരു മാറ്റവും. പക്ഷേ ഈ ഡിസംബർ അവസാനമായിട്ട് വിളിച്ചു എന്ന് വെച്ചാൽ എന്നെ വിളിച്ചില്ല. അതിപ്പോഴാണ് അറിയുന്നത്. അവൾ അവിടെ അമ്മായിച്ചനെയാണ് വിളിക്കുന്നത്. അപ്പനുമായിട്ട് ഏതാണ്ട് പ്രശ്നമുണ്ടായി. അപ്പം അപ്പൻ ഇവർക്ക് സൈഡായിരുന്നു. പക്ഷെ എന്തോ ഒരു കേസിന് ഏതാണ്ട് വണ്ടി ചെക്ക് കേസിന് അതികൂടാണ് ബാധിച്ചത്. അപ്പോൾ അത് തോറ്റുപോയി. അത് ഇവർക്ക് കിട്ടിയത് ഇവർ ആ പൈസ അടയ്ക്കേണ്ടി വന്നു. അങ്ങനെ അപ്പൻ ഇവരോട് ഏതാണ്ട് വഴക്കുണ്ടാക്കി പറഞ്ഞു. അതുകൊണ്ട് അത് അവർക്ക് സഹിക്കാൻ പറ്റിയില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അവൾ അവിടെ അമ്മായിപ്പനെയാണ് വിളിച്ച് പറഞ്ഞത്, ചാച്ച ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറഞ്ഞെന്നാണ് എൻ്റെ അറിവ്. എന്നെയല്ല വിളിച്ചിട്ടില്ല. അപ്പച്ചനെ വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല. ഉടനെ ആ അപ്പനാണ് മകനെ വിളിച്ച് പറയുന്നത്. സ്വന്തം മകൻ ജിമ്മി ഓടിച്ചില്ല അവൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങാൻ പോവാണ്, ആത്മഹത്യ ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ അറിഞ്ഞു. മരുമകനെ വിളിച്ച് ചോദിച്ചില്ല. ഇതുണ്ടായിരുന്നു, പാടുണ്ടായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു എന്തെല്ലാം പാടുന്നതാണ് അവളല്ലേ ഈ കട വന്നപ്പോൾ ചോദിക്കും. അവൾ പറഞ്ഞത് കടലെ മുട്ടിയതാണ്. ഒക്കെ ഞാൻ വിശ്വസിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നോട് പറയുന്നത്, പപ്പ ഞാനത് പപ്പായോട് പറയാതിരുന്നത് എൻ്റെ കട കൊണ്ട് ഇരിപ്പിച്ചതാണ്. അമ്മയും അവനും അവിടെ ചേർത്ത് പെങ്ങന്മാരും ഒരു സൈഡാണ് അവരെല്ലാവരും. അപ്പോൾ അമ്മയായിട്ട് കൂടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കൊണ്ട് തല വെച്ച് വിറ്റേപ്പിച്ചു. പിന്നെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞു. അങ്ങനെ ഇരിപ്പിച്ചതാണ്. എനിക്ക് ഭയങ്കര വേദനയും കുറവുണ്ട്. പപ്പ ജോലിക്ക് ഒന്നും വേണ്ട, ഇനി പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു നീ ഇത് വെച്ചൊന്ന് ആത്മഹത്യ ചെയ്യാണ്. അയ്യോ പപ്പ ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അവൾ നല്ല ധൈര്യശാലിയായിരുന്നു. അവൾ കുടുംബ കോടതിയിലാണ്. അവൾ ഓരോരുത്തരെയും കുടുംബം ഒന്നിപ്പിക്കാനാകും, അല്ലാതെ ചെയ്യാൻ നോക്കിയത്. അങ്ങനത്തെ ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യുകയല്ല. അത് കുറേ നാളായി. ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെയുള്ള കേസുകൾക്ക് ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്. ഞാൻ മകളെ എല്ലാവരെയും വിളിച്ച് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയും നമുക്ക് അതാക്കാൻ പറ്റും. ഇനി പപ്പ ഇനി ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന് ഈ കൊച്ചാണ് കുറ്റിയിട്ടത് അല്ലേ? കൊച്ച് ഓടിക്കളിക്കുന്ന കൊച്ചാണ്. പെങ്ങളുടെ അടുക്കളയിൽ കുറ്റിയിട്ട് ഇറങ്ങാൻ പറ്റും. ഇവിടെ അപ്പുറത്തോടെ ഓടി വന്ന് ഇവളോട് ചോദിച്ചു കൊച്ചിനോട് എന്നാ മതി കുറ്റി കിട്ടുന്നത് ചോദിച്ചു. ഉടനെ അത് കരഞ്ഞപ്പോഴത്തേക്കും നാത്തവും ഉടനെ നാത്തവും വന്ന് പറയാം നീ എൻ്റെ കൊച്ചിനെ തല്ലിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതായിരുന്നു. ഉടനെ ആങ്ങളെ പറയുന്നത് ഞാൻ ഇവനോട് പറഞ്ഞു ഇവൻ പറയുന്നതിന് എനിക്ക് കല്യാണം കഴിച്ചെന്ന് അമ്മേനെയും പെങ്ങളന്മാരെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റും. പെങ്ങൾ കല്യാണം കഴിച്ചിട്ട് അവിടെയാണ് നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.